സ്ക്രൂ ഡ്രൈവർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ LED ടി വികൾ റിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും LED ടി വികൾ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെ ടി വികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ബാക്ക് ലൈറ്റ് ഇഷ്യൂ. അതായത് ശബ്ദമുണ്ടായിരിക്കും, വീഡിയോ പ്ലേ ആകത്തില്ല, വീഡിയോ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ബാക്ക് ലൈറ്റ് ചെക്കർ ഉപയോഗിച്ച് നമ്മൾ ബാക്ക് ലൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ബാക്ക് ലൈറ്റ് ഫെയിലിയർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ പുതിയ ബാക്ക് ലൈറ്റ് സെറ്റോട് കൂടി, അതിപ്പോൾ 3 സ്ട്രിപ്പാണെന്നുണ്ടെങ്കിൽ 3 സ്ട്രിപ്പ്, അല്ലെങ്കിൽ 4 സ്ട്രിപ്പാണെങ്കിൽ 4 ഒരുമിച്ചായിരിക്കും നമ്മൾ മാറുന്നത്. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പുതിയ സ്ട്രിപ്പ്, അതിൽ കിടക്കുന്ന LED കണക്ട് ചെയ്യുന്ന ഹോളുകൾ, അതായത് ഇപ്പോൾ ഈ കാണുന്ന ഹോളുകൾ, ഇത് ഈ ഷീറ്റിൻ്റെ പുറകു വശത്താണ് ഈ LED വരേണ്ടത്. ഇതിപ്പോൾ തൽക്കാലം ഞാൻ മുകളിൽ വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വയ്ക്കുമ്പോൾ പല LED മറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി ബാക്ക് ലൈറ്റ് മാറുന്ന എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ബാക്ക് ലൈറ്റ് മാറാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കയറി ഒന്ന് കണ്ടേക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആ ഹോള് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് കറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഉപകരണത്തിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഹോള് വരുത്താൻ വേണ്ടിയിട്ട് കോമ്പസ് കട്ടർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് നമുക്ക് ഇതിനായി ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പുകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഒരു ഉപകരണമാണ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻറ്റായും പിൻ ചെയ്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഹോൾസ് കറക്റ്റ് ആക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ മേളിലിരിക്കുന്ന സ്ട്രിപ്പ്, ഈ കാണുന്ന വീഡിയോയിൽ മേളിലിരിക്കുന്ന സ്ട്രിപ്പ്, മുകളിലായി കാണുന്ന സ്ട്രിപ്പ് ഇതിൽ ഉണ്ടായിരുന്ന, അതായത് പഴയ സ്ട്രിപ്പാണ്. അത് ഞാൻ ജസ്റ്റ് വച്ച് കാണിച്ച് തന്നതേ ഉള്ളൂ. രണ്ടാമതായി ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഞാൻ പുതിയതായി വാങ്ങിച്ചു കൊണ്ടുവന്ന സ്ട്രിപ്പാണ്. അപ്പോൾ അത് ആ LED സ്ട്രിപ്പ് ഇതിൽ മാച്ച് ആകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഉപകരണമാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതാണ് കോമ്പസ് കട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജോമെട്രി ബോക്സിൽ വരുന്ന ഒരു കോമ്പസ് പോലെ ഇരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഒരു വശത്ത് മുന പോലെ വരുന്നത്, മറുവശത്ത് ഒരു ബ്ലേഡുമാണ് വരുന്നത്. അപ്പം അതുപയോഗിച്ച് നമ്മൾ ആദ്യം LED സ്ട്രിപ്പിലുള്ള LED അളവെടുക്കുക. അതായത് പകുതി അളവാണ് എടുക്കേണ്ടത്, അതായത് വ്യാസം അല്ല എടുക്കേണ്ടത്, നമുക്ക് ആരമാണ് എടുക്കേണ്ടത്. അത് മലയാളം ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഗണിതശാസ്ത്രത്തിൽ പറയുന്ന വാചകങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവെടുത്തതിന് ശേഷം, അളവ് കാര്യങ്ങളെല്ലാം ഇതിൽ ഒരു സ്കെയിൽ പോലെ കൊടുത്തിട്ടുണ്ട്, എത്ര വേണം എന്നൊക്കെ ഉള്ളതിൻ്റെ അളവ് നമ്മൾ സ്കെയിലിൽ അളന്നെടുത്താലും മതിയാവും. അതിനുശേഷം നമ്മൾ ആ അളവിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ആ ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ LED സ്ട്രിപ്പ് മാറ്റി വെച്ചിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ LED സ്ട്രിപ്പിൻ്റെ ലൈറ്റ് വരുന്നത് എന്നുകൂടെ ആ ഷീറ്റിൽ മാർക്ക് ചെയ്യണം. കൃത്യമായ സ്ഥലം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ധാരാളം ഹോളുകൾ വീണ് വൃത്തികേടാവും. നമുക്കിത് ചിലർ നൈഫ് കൊണ്ട് കട്ട് ചെയ്യാറുണ്ട്, പക്ഷേ അത് അത്രത്തോളം വൃത്തിയാകത്തില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങിയിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അളവെടുത്തതിന് ശേഷം പഴയ കാലത്ത് നമ്മൾ കുത്തി വരയ്ക്കുന്ന, അതായത് കോമ്പസ് വെച്ച് നമ്മൾ വട്ടം വരയ്ക്കുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് വട്ടം വരച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വന്നോളും. അപ്പോൾ ഈ ഉപകരണം നിങ്ങൾ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയായിട്ട് നമുക്ക് പണി ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവിടെയായിട്ട് പൊങ്ങിയിരിക്കുന്നതും LED ഒരു മാർക്കിങ് ഡിസ്പ്ലേയിൽ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും മാർക്കിംഗ് ഒക്കെ വരും. പുറത്തോട്ട് തള്ളിയിരിക്കുന്നത് കൊണ്ടാവാം അങ്ങനെയുള്ളൊരു മാർക്കിങ് വരുന്ന ഒരു LED ലൈറ്റിൻ്റെ ഒരു വട്ടം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്.